എപ്പോഴും തണുപ്പും മഞ്ഞുവീഴ്ചയും കൊണ്ട് നമ്മളെ കൊതിപ്പിക്കുന്ന യൂറോപ്പിൽ നിന്ന് ഭീതിജനകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തെ ആകെ വേവിച്ചെടുക്കുന്ന കടുത്ത ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് കാരണം ജനങ്ങൾ വലയുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറ്റലിയുടെ ആരോഗ്യ മന്ത്രാലയം തങ്ങളുടെ രാജ്യത്തെ മുഴുവൻ പ്രധാന നഗരങ്ങളിലും അഥവാ 27 മോണിറ്ററിംഗ് സിറ്റീസിലും ഒരുമിച്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് ഓസ്ട്രിയയിലും സ്ലോവാക്യയിലും താപനില 42 ഡിഗ്രി സെൽഷ്യസ് കടന്ന് സർവ്വകാല റെക്കോർഡുകൾ തകർത്തിരിക്കുന്നു. ഡാന്യൂബ് നദിയിലെ വെള്ളം വറ്റി വരളുന്നു. ഫ്രാൻസിൽ കാട്ടുതീ പടരുന്നു. പവർ ഗ്രിഡുകൾ തകരാറിലാകുന്നു. തണുപ്പുള്ള യൂറോപ്പിൽ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ വെയില്, ചൂട് ഏഷ്യൻ രാജ്യങ്ങളെയും ആഗോള സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ബാധിക്കും? നോക്കാം. സംഭവത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് ഇറ്റലിയിലെ അവസ്ഥയിൽ നിന്ന് തുടങ്ങാം. വടക്കു കിഴക്കൻ നഗരമായ ചെസിറ്റെ മുതൽ തെക്കൻ ദ്വീപായ സിസിലിയിലെ പലേർമോ വരെയുള്ള 27 പ്രധാന നഗരങ്ങളിലും ഒരേ സമയം റെഡ് അലേർട്ട് നിലവിൽ വന്നു. വയോധികർക്ക് മാത്രമല്ല, പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകൾക്ക് പോലും പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണിയാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. ചൂട് അതികഠിനമായതോടെ ഇറ്റാലിയൻ ഭരണകൂടം വിചിത്രമായ ചില സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. ലോകപ്രശസ്തമായ റോമിലെ കൊലോസിയം, പാന്തിയോൺ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകരുടെ തിരക്ക് കുറയ്ക്കാനും ബോധക്ഷയം ഒഴിവാക്കാനും രാത്രികാലങ്ങളിൽ തുറന്നു പ്രവർത്തിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കൊലോസിയത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ വെള്ളത്തുള്ളികൾ തളിക്കുന്ന കൂളിംഗ് മിസ്റ്റ് ഫാൻസും അടിയന്തര മെഡിക്കൽ ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ദുരന്തം. അയൽരാജ്യമായ ഓസ്ട്രിയയിലെ ബാഡ് ഡോയിഷ് ഓൾട്ടൻബർഗ് എന്ന ഗ്രാമത്തിലെ താപനില 41.2 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ടുണ്ട്. ഓസ്ട്രിയൻ കാലാവസ്ഥാ ഏജൻസിയായ ജിയോസ്ഫിയർ കാണിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയാണിത് എന്നാണ്. തൊട്ടടുത്തുള്ള സ്ലോവാക്യയിലെ ഡോൾനെ പ്ലാസ്റ്റൻസ് എന്ന സ്ഥലത്ത് താപനില 42.2 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചു. 1885 ശേഷമുള്ള ഏറ്റവും കഠിനമായ വരൾച്ചയാണ് ഓസ്ട്രിയ നേരിടുന്നത്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള മഴയുടെ അളവിൽ 27 മുതൽ 50% വരെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കേന്ദ്ര യൂറോപ്പിലെ ജീവനാഡിയായ ഡാന്യൂബ് നദിയിലെ ജലനിരപ്പ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ഈ കഠിനമായ ചൂട് കേവലം കാലാവസ്ഥാ പ്രശ്നം മാത്രമല്ല, യൂറോപ്പിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാകെ ഉലച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് പവർ ഗ്രിഡ് ക്രൈസിസ് ഉണ്ട്. ഫാക്ടറി ഷട്ട് ഡൗൺസും പിന്നാലെ വീടുകളിലും ഓഫീസുകളിലും എയർ കണ്ടീഷൻസ് AC-കൾ നിർത്താതെ പ്രവർത്തിപ്പിച്ചതോടെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കുത്തനെ കൂടി. നദികളിലെ വെള്ളത്തിന് ചൂട് പിടിച്ചതോടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ കൂളിംഗ് സിസ്റ്റം തടസ്സപ്പെടുകയും ഹംഗറി പോലെയുള്ള രാജ്യങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനം 10% വെട്ടിച്ചുരുക്കേണ്ടി വരികയും ചെയ്തു. ഇനി ട്രെയിനിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെയിൽവേ പാളങ്ങൾ ചൂടേറ്റ് വളയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പല രാജ്യങ്ങളിലും ചരക്ക് തീവണ്ടികളുടെ ഗതാഗതം വൈകുന്നേരങ്ങളിൽ നിരോധിച്ചു. ഇനി കാട്ടുതീയാണ്. ഫ്രാൻസിലും ഗ്രീസിലും ബാൽക്കൻ രാജ്യങ്ങളിലും വൻതോതിൽ കാട്ടുതീ പടരുകയാണ്. ഫ്രാൻസിൽ മാത്രം 60 ചതുരശ്ര കിലോമീറ്ററിലധികം കാടുകൾ കത്തി അമർന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ വേനൽക്കാലം ഇത്ര ഭീകരമാകുന്നത്? ശാസ്ത്രജ്ഞർ നൽകുന്ന കാരണം വ്യക്തമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹീറ്റ് ഡോംസ്, അതായത് അന്തരീക്ഷത്തിലെ ഉഷ്ണക്കാറ്റിനെ ഒരു കുട പോലെ ഭൂമിക്ക് മുകളിൽ തടഞ്ഞു നിർത്തുന്ന ഹൈ പ്രഷർ സിസ്റ്റം അഥവാ ഹീറ്റ് ഡോം നിലനിൽക്കുന്നത് കൊണ്ടാണ് താപനില രാത്രികാലങ്ങളിൽ പോലും താഴാത്തത്. ബുഡാപെസ്റ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാത്രിയിലെ കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് ഇറങ്ങിയില്ല. ഇതിനു പുറമെ ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്നതോടെ പണ്ട് 50 വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നിരുന്ന ഇത്തരം എക്സ്ട്രീം ഹീറ്റ് വേവ്സ് ഇപ്പോൾ ഏതാണ്ട് എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങൾ കാണാൻ ഇനി പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരില്ല. അത് നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ ഈ ചൂട് നാളെ ഏഷ്യൻ നാടുകളിലും മറ്റു ഭൂഖണ്ഡങ്ങളിലും വരുത്തി വെക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.